സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഫാമിലിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നും NW ഫാമിലി. എന്നെ എല്ലാരും കളിയാക്കുക, ഈ സ്റ്റേജിൽ റബ്ബർ പന്ത് പോലെയാണെന്ന്. നോക്കടാ എന്റെ ചേച്ചിമാരെ, നോക്കടാ, കണ്ടോ കോമ്പറ്റീഷൻ. എനിക്ക് ഈഗോ അടിക്കുമെന്ന് തന്നെ എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഫാമിലിന്റെ, ഞാനിവിടെ എന്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞെങ്കിലും ഈ ഫാമിലിന്റെ മെയിൻ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവരുടെ ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ സന്തോഷം എന്ന് പറയുമ്പോൾ ഇവരുടെ 7ാമത്തെ ബ്രദറായ സന്തോഷേട്ടൻ. എന്റെ നിയമം ഇതൊക്കെ പറഞ്ഞപ്പോഴേ അങ്ങ് നാണം വന്നു. ഇങ്ങനെയൊന്നല്ല, ഈ സന്തോഷേട്ടൻ എന്നാ വൈബായിട്ടുള്ള ഒരാളാണെന്ന് അറിയോ അല്ലെ സന്തോഷേട്ടാ? ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. ഇവിടെയുള്ള പലർക്കും ഷോകൾ ചെയ്യാറുണ്ട്, മിമിക്രി ചെയ്യാറുണ്ട്, പാട്ട് പാടാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സന്തോഷേട്ടന്റെ വൈറൽ പാട്ട് അത് കേട്ട് നമുക്ക് എപ്പിസോഡ് തുടങ്ങാം. നല്ലൊരു കൈയടി എടുക്കുകയാണെങ്കിൽ NW ഫാമിലിന്റെ വക സന്തോഷേട്ടന്റെ ഗാനം. എന്താ തുണ്ണി പാലക്കാട്ടം വേല വരുന്നു, കുത്തിയിരിക്കാൻ നമ്മളെ കിട്ടൂല. പാണ്ടി മേളവും പഞ്ചവാദ്യവും നാടകല്ലയും വയിറ് നിറച്ച് ഉണ്ണാൻ വേണ്ടി നാടൻ സത്യവും. പാലക്കാടൻ വേല പാലക്കാടൻ വേല ആഘോഷിക്കുവിൻ പാലക്കാടൻ വേല. പാലക്കാട് വേല വേലേ വേലേ അതിന്റെ ഇടയ്ക്ക് ഒരു എക്കോ ബാസ് ബീറ്റ് ബോക്സിംഗ്, എങ്ങനെ ഇത് സാധിക്കുന്നു? കിടിലം. ശ്രദ്ധിച്ചില്ല. എല്ലാം ഉണ്ട്. പാട്ടിന്റെ ഒരു തുടക്കം കിട്ടിയാൽ മതി, അപ്പൊ അവിടുന്ന് ഡാൻസ് കളിക്കാൻ റെഡിയാണ് ചേച്ചി. അതാണ് പാലക്കാട്. അതാണ് ഞങ്ങൾ. ഡാൻസ് മാത്രമാണോ അതോ ചിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ നിങ്ങള്? പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും കോമഡി പറയുന്ന ആരാ? ചിരിപ്പിക്കുന്ന ആരാ? അതും ഒരു കോമ്പറ്റീഷൻ ആണ്. ഇതിൽ ആരാണെന്ന് എല്ലാവരും ഈക്വൽ ആയതുകൊണ്ട്. അല്ല, അത് എനിക്ക് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ആയിട്ട്. 4 ചേച്ചിമാര്, നിങ്ങളുടെ 3 പേരാണ് 3 ബ്രദേഴ്സ് ഉള്ളത്. അതൊക്കെ ഈ ഓറഞ്ച് റെഡ് ഒക്കെ ഇട്ട് വന്നേക്കുന്നത്. ഈ വൈറ്റ് ഇട്ട് വെക്കുന്ന ടീംസ് ഒക്കെ ആരാണ്? ചേച്ചിയുടെ മക്കള് എന്റെ മകനടക്കമുണ്ട്. ഇത് ഒരു മിനിറ്റ് കറക്റ്റായി പറയാം. മൂത്ത ചേച്ചി എണീറ്റേ, ആളുടെ മോൻ എണീക്ക്. മൂത്ത ചേച്ചി. ഓക്കെ, സെക്കൻഡ് ചേച്ചി എണീറ്റേ, ഞാനാണ്. ഓക്കെ, 3ാമത്തെ ചേച്ചി എണീറ്റേ, അവിടെ 2 മക്കൾ എണീറ്റേ. 4ാമത്തെ ചേച്ചി എണീറ്റേ, അവിടെ ഒരു മകനെ വന്നിട്ടുള്ളൂ. ഓക്കെ, അടുത്ത 5ാമത്തെ ആൾ എണീറ്റേ, ആളുടെ 2 മക്കൾ എണീറ്റേ. 6 അവര് വരാൻ പറ്റിയില്ല. 6ാമത്തെ ബ്രദർ, 7ാമത്തെ ഒടുക്കത്തെ ബ്രദർ, ആളുടെ ഒരു കുട്ടി. 2 കുട്ടിയുണ്ട്, ഒന്ന് ചെറുതാണ്, അതിപ്പോ ആയിട്ടേ ഉള്ളൂ. ഇതിനേക്കാളും എളുപ്പം സ്കൂളിൽ കണക്ക് പഠിക്കാനായിരുന്നു. അടുത്ത പ്രാവശ്യം വരുമ്പോഴേ ഒരു ഫാമിലി ട്രീ കൂടെ കൊണ്ടുതരും ആ സൈഡ് വെക്കാൻ വേണ്ടിട്ട്. ഇല്ല, ഏകദേശം ഒരു ഐഡിയ കിട്ടി. പക്ഷെ ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് കുറച്ച് സന്തോഷവും ഈ ഇരിക്കുന്ന മക്കളും ഞങ്ങളുടെ അമ്മയും മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി മൊത്തം എന്ന് പറയുന്നത് ഇവിടെ വന്ന് പെർഫോമൻസ് ആണ്.